നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിൽ നടന്നിരിക്കുന്നത് മൂന്നാറിനേക്കാൾ വലിയ കയ്യേറ്റമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കയ്യേറിയ ഭൂമിയും അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളും ഏറ്റെടുക്കണമെന്നും അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം. പരുന്തുംപാറയിലെ കയ്യേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലിനെ തുടർന്ന് ജില്ലയിൽ ഉണ്ടായ ഏലം കൃഷിനാശത്തിൽ അപേക്ഷകർക്കെല്ലാം നഷ്ടപരിഹാരം നൽകണമെന്ന് CPI കട്ടപ്പന മണ്ഡലം കമ്മിറ്റി. 20 സെന്റിനും 2.5 ഏക്കറിനും ഇടയിലുള്ള കർഷകർക്ക് മാത്രമേ നിലവിൽ നഷ്ടപരിഹാരം ലഭിക്കുകയുള്ളൂവെന്ന കൃഷി വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ നിലപാട് ശരിയല്ല. നഷ്ടപരിഹാരം പണമായി തന്നെ കർഷകർക്ക് വിതരണം ചെയ്യണമെന്നും നേതാക്കൾ. മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അവ ചെറുക്കുന്നതിനായി വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് കുടിവെള്ളം സജ്ജമാക്കി വനം വകുപ്പ്. വനത്തിനുള്ളിൽ തടയണകൾ നിർമ്മിച്ച് വന്യമൃഗങ്ങൾക്ക് ശുദ്ധജലം ഉറപ്പുവരുത്തും. ഇതിനായുള്ള പ്രവർത്തനങ്ങൾ കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ റേഞ്ച് ഓഫീസിന് കീഴിൽ ആരംഭിച്ചു. തേങ്ങയുടെയും കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിക്കുന്നു. വെളിച്ചെണ്ണ വില വർദ്ധിക്കാൻ ഇടയാക്കിയത് തേങ്ങയുടെയും കൊപ്രയുടെയും വില വർദ്ധിച്ചത്. വില വർധനവ് സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കും. വിശദമായ വാർത്തകൾ. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിൽ നടന്നിരിക്കുന്നത് മൂന്നാറിനേക്കാൾ വലിയ കയ്യേറ്റമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കയ്യേറിയ ഭൂമിയും അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളും ഏറ്റെടുക്കണമെന്നും അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം. ഭൂമി കയ്യേറാൻ റിസോർട്ട് ഉടമ ചങ്ങനാശ്ശേരി സ്വദേശി സജിത്ത് ജോസഫാണ് വ്യാജരേഖ ചമച്ചതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. വലിയ തോതിലുള്ള കയ്യേറ്റമാണ് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിൽ നടന്നതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. 3 ഏക്കർ 31 സെന്റ് കയ്യേറിയാണ് വൻകിട റിസോർട്ട് നിർമ്മാണം. പരിസ്ഥിതി ദുർബല മേഖലയായ ഇവിടെ കയ്യേറിയ ഭൂമിയും അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളും ഏറ്റെടുക്കണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം. IG K സേതുരാമൻ, ഇടുക്കി മുൻ ജില്ലാ കളക്ടർ H ദിനേശൻ എന്നിവർ നൽകിയ റിപ്പോർട്ടിലാണ് നിർദ്ദേശം. ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം സ്വദേശി സജിത്തിന്റെ ഉടമസ്ഥതയിലാണ് റിസോർട്ട്. പീരുമേട് വില്ലേജിൽ സർവേ നമ്പർ 543 സജിത്ത് ഭൂമി വാങ്ങിയതായി രേഖയുണ്ടെങ്കിലും റിസോർട്ട് നിർമ്മാണം നടക്കുന്നത് മഞ്ചുമല വില്ലേജിലെ 441 നമ്പർ സർവേ നമ്പറിലാണ്. ഇത് സർക്കാർ ഭൂമിയാണ്. ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന പടുതാക്കുളം അപകട ഭീഷണി ഉയർത്തുന്നതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 1 വർഷം മുമ്പ് പീരുമേട് വില്ലേജ് ഓഫീസർ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലക്കി നോട്ടീസ് നൽകിയിരുന്നു. തുടർന്ന് നിർമ്മാണം നിർത്തിവയ്ക്കുകയും ചെയ്തു. പിന്നീട് വില്ലേജ് ഓഫീസർ സ്ഥലം മാറിയതോടെയാണ് നിർമ്മാണം യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയായത്. ഇവിടെ പലയിടങ്ങളിലും സർക്കാർ ഭൂമി തിരിച്ചറിയാൻ അടയാളങ്ങളോ അതിർത്തി നിർണയമോ ഇല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടിയിട്ടുണ്ട്. സർക്കാർ ഭൂമി വ്യാപകമായി കയ്യേറിയ വിവിധയിടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടും നടപടിയെടുക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. പീരുമേട് പരുന്തുംപാറയിലെ കയ്യേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പീരുമേട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്തു നീക്കി. സർക്കാർ വക ഭൂമി കയ്യേറ്റത്തിന് പീരുമേട് MLA വാഴൂർ സോമൻ നേതൃത്വം നൽകുകയാണ്. കയ്യേറ്റത്തെ സംബന്ധിച്ച് കളക്ടർ നൽകിയ റിപ്പോർട്ട് ഉൾപ്പെടെ റവന്യൂ വകുപ്പ് പൂഴ്ത്തിവച്ചിരിക്കുന്നു. സർക്കാർ ഭൂമി കയ്യേറാനും അതിനുവേണ്ട വ്യാജരേഖകൾ ഉണ്ടാക്കാനും പിണറായി സർക്കാർ നേതൃത്വം നൽകുകയാണ്. ഇതുവഴി കോടിക്കണക്കിന് രൂപയാണ് CPM CPI പാർട്ടികൾ സമ്പാദിച്ചിരിക്കുന്നത്. ഭൂമി കയ്യേറ്റത്തിൽ റിപ്പോർട്ട് കിട്ടി വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാതൊന്നും ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച വാഴൂർ സോമൻ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന പീരുമേട് താലൂക്ക് വികസന സമിതി യോഗവും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അലങ്കോലപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് പ്രവർത്തകർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്തു നീക്കി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ്, ജില്ലാ ഭാരവാഹികളായ മനോജ് രാജൻ, ഷാൻ അരുവിപ്ലാക്കൽ, എബിൻ കുഴിവേലി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത്. കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലിനെ തുടർന്ന് ജില്ലയിലുണ്ടായ ഏലം കൃഷി നാശത്തിൽ അപേക്ഷകർക്കെല്ലാം നഷ്ടപരിഹാരം നൽകണമെന്ന് CPI കട്ടപ്പന മണ്ഡലം കമ്മിറ്റി. 20 സെന്റിനും 2.5 ഏക്കറിനും ഇടയിലുള്ള കർഷകർക്ക് മാത്രമേ നിലവിൽ നഷ്ടപരിഹാരം ലഭിക്കുകയുള്ളൂവെന്ന കൃഷി വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ നിലപാട് ശരിയല്ല. നഷ്ടപരിഹാരം പണമായി തന്നെ കർഷകർക്ക് വിതരണം ചെയ്യണമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.
കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലിൽ ആയിരക്കണക്കിന് ഏക്കറിലെ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങിയിരുന്നു. കൃഷിനാശത്തിന് വിധേയമായവരിൽ ചെറുതും വലുതുമായ ആയിരക്കണക്കിന് കർഷകരുണ്ട്. ഇവർ നഷ്ടപരിഹാരത്തിന് അപേക്ഷ നൽകിയിരുന്നെങ്കിലും 20 സെന്റിനും 2.5 ഏക്കറിനും ഇടയിലുള്ള കർഷകർക്ക് മാത്രമേ നിലവിൽ നഷ്ടപരിഹാരം ലഭിക്കുകയുള്ളൂവെന്നാണ് വിവരം. കൃഷിവകുപ്പിന്റെ ഈ തീരുമാനത്തിലൂടെ അർഹതപ്പെട്ട ഒട്ടേറെ കർഷകർക്ക് ആനുകൂല്യം നിഷേധിക്കപ്പെടും. ജില്ലയിലെ CPIയുടെയും മറ്റിടതുപക്ഷ നേതാക്കളുടെയും നിരന്തര ഇടപെടൽ മൂലം കൃഷിവകുപ്പ് മന്ത്രിയും മന്ത്രി റോഷി അഗസ്റ്റിനും ഉന്നത ഉദ്യോഗസ്ഥരും കൃഷിനാശം സംഭവിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ചതോടെ നഷ്ടപരിഹാരം നൽകുവാനുള്ള തീരുമാനമുണ്ടായിരുന്നു. എന്നാൽ നഷ്ടപരിഹാരം കുറച്ച് കർഷകർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നത് യാതൊരു കാരണവശാലും നീതീകരിക്കുവാൻ കഴിയില്ല. നഷ്ടപരിഹാരം ലഭിക്കുവാൻ അർഹതയുള്ള മുഴുവൻ കർഷകർക്കൊപ്പം CPI നിലകൊള്ളും. ഇതിനായി സർക്കാരിൽ CPI മണ്ഡലം കമ്മിറ്റി ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. ഞങ്ങളുടെ ജനപ്രതിനിധികളടക്കം കൃഷി വികസന സമിതിയിലുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള അവരുടെ എല്ലാം അഭിപ്രായം കേൾക്കുകയും അതുമായി ബന്ധപ്പെട്ട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെയാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. അതിന് ഇനിയിപ്പോൾ ഒരു മാറ്റം എന്നത് അനായാസമാണ് എന്നാണ് പറഞ്ഞത്. അനായാസമൊന്നുമില്ല, മാറ്റം അനിവാര്യമാണ് എന്ന് ആ കാര്യത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത് പാർട്ടിയുടെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞിരുന്നു. അത് പാർട്ടിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് ജില്ലയിലെ കൃഷിക്കാരുടെ അഭിപ്രായമാണ്. അല്ല, ഞങ്ങളുടെ പാർട്ടിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമല്ല. ഞങ്ങൾ എന്ത് ചെയ്താലും അത് ജില്ലയിലെ കൃഷിക്കാരുടെ ആകമാനമുള്ള അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു, അപേക്ഷ വെച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ആ അർഹതപ്പെട്ടതനുസരിച്ചിട്ടുള്ള തുക പണമായി നൽകുകയും പണമായി അവർക്ക് കൊടുക്കണം എന്നതാണ്. അക്കൗണ്ട് വഴി അതിനാവശ്യമായിട്ടുള്ള ഇൻസ്പെക്ഷൻ എല്ലാം നടത്തി റെക്കോർഡുകളെല്ലാം സ്വരൂപിച്ച് കൃഷിഭവനിൽ കാത്തുവച്ചിരിക്കുന്ന സമയത്താണ് 10 കോടി രൂപ അനുവദിച്ചത്. എന്നാൽ അതിനകത്ത് 7.5 കോടി രൂപ അങ്ങനെയും ബാക്കി 2.5 കോടി രൂപ ഈ ചില വള കമ്പനിക്കാരുടെ കെട്ടിക്കിടക്കുന്ന വളം, ജൈവവളം എന്ന് പറയുന്ന സൂഡോമോണസ് പോലുള്ള ചില ജൈവവളം നല്ലതാണ്. സൂഡോമോണസ് പോലുള്ള ജൈവവളം നമ്മുടെ കൃഷിക്ക് അത്യന്താപേക്ഷിതമാണെന്ന് പറയുമ്പോഴും അത്തരം ജൈവവളം നമ്മളെ കൃഷിക്ക് പ്രയോഗിക്കണം എന്ന സമയം എന്ന് പറയുന്നത് മണ്ണിൽ ജലാംശമുള്ള സമയത്താണ്. ഈ സമയത്ത് പ്രയോഗിക്കേണ്ടതല്ല. അപ്പൊ ഈ സമയത്ത് അത്തരം വളങ്ങളെല്ലാം കൊടുത്ത് കൃഷിക്കാരെ അസ്ഥിരപ്പെടുത്തുന്നതിന് പകരം അത് കൊടുക്കേണ്ടതില്ല, അതുകൂടി പണമായി കൊടുക്കണം എന്ന അഭിപ്രായമാണ് പാർട്ടിക്കുള്ളത്. നഷ്ടപരിഹാരം പണമായി തന്നെ കർഷകർക്ക് വിതരണം ചെയ്യണം. നിലവിൽ കാലഹരണപ്പെട്ടതോ ഗുണനിലവാരമില്ലാത്തതുമായ വളങ്ങൾ ദുരിതാശ്വാസത്തിന്റെ പേരിൽ കർഷകരിൽ അടിച്ചേൽപ്പിക്കുവാൻ പാടില്ല. പുനരുദ്ധാരണത്തിനായി സഹായം ലഭിക്കുന്നതിനായി അപേക്ഷാ തീയതി ദീർഘിപ്പിക്കണമെന്നും മുൻപ് അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയാത്ത കർഷകർക്ക് കൂടി അപേക്ഷ സമർപ്പിക്കുവാൻ അവസരം നൽകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ CPI മണ്ഡലം സെക്രട്ടറി VR ശശി, മണ്ഡലം ഭാരവാഹികളായ KS രാജൻ, തങ്കമണി സുരേന്ദ്രൻ, KN കുമാരൻ, വിജയകുമാരി ജയകുമാർ, KR രാജേന്ദ്രൻ, G അയ്യപ്പൻ, PJ സത്യപാലൻ, KK സജിമോൻ, CS അജേഷ് എന്നിവർ പങ്കെടുത്തു. മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുന്ന ഈ നാളുകളിൽ അവ ചെറുക്കുന്നതിനായി വനത്തിനുള്ളിൽ തന്നെ മൃഗങ്ങൾക്കായി കുടിവെള്ളം സജ്ജമാകുന്നു. വനത്തിനുള്ളിൽ തടയണകൾ നിർമ്മിച്ച് ശുദ്ധജലം വന്യമൃഗങ്ങൾക്ക് ഉറപ്പുവരുത്തുകയാണ് വനപാലകർ. ഇതിനായുള്ള പ്രവർത്തനങ്ങൾ കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ റേഞ്ച് ഓഫീസിന് കീഴിൽ ആരംഭിച്ചു. വന്യജീവികൾ ജലവും ഭക്ഷണവും തേടി നാട്ടിലേക്കിറങ്ങുന്ന സ്ഥിതിവിശേഷമാണ് ഈ കടുത്ത വേനലിൽ ജനങ്ങൾ നേരിടുന്നത്. ഇത് വലിയ ആൾനാശത്തിനും കൃഷിനാശത്തിനും പലപ്പോഴും ഇടവരുത്തുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം ചെറുക്കുന്നതിനായി വനത്തിനുള്ളിൽ തന്നെ മൃഗങ്ങൾക്ക് ആവശ്യമുള്ള ജലം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഉറവകളും തടയണകളും വൃത്തിയാക്കുകയാണ് വനപാലകർ. അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് റേഞ്ചിലെ വനമേഖലയിലാണ് മാതൃകാ പ്രവർത്തനവുമായി ഉദ്യോഗസ്ഥർ കാട് കയറിയത്. അയ്യപ്പൻകോവിൽ റേഞ്ച് പരിധിയിലെ ഉൾവനത്തിൽ 15ഓളം സ്വാഭാവിക ജലസ്രോതസ്സുകളാണുള്ളത്. ചെളിയും കാടും നിറഞ്ഞ് മൂടിയ ഇവ ഉദ്യോഗസ്ഥർ ചേർന്ന് വൃത്തിയാക്കും. ആദ്യഘട്ടത്തിൽ വാളാടുപാറയ്ക്ക് സമീപമുള്ള തടയണയാണ് വൃത്തിയാക്കിയത്. വരും ദിവസങ്ങളിൽ മറ്റുള്ളവയും വൃത്തിയാക്കി വന്യമൃഗങ്ങൾക്ക് ഉപയോഗപ്രദമാക്കും. ശുദ്ധജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ജനവാസ മേഖലയോട് ചേർന്നുള്ള തടയണകളും കുളങ്ങളും പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ ഇടുക്കി ജലാശയത്തിൽ നിന്നും അകലെയുള്ള ഉൾക്കാടുകളിലെ ജലസ്രോതസ്സുകളാണ് വനപാലകർ വൃത്തിയാക്കുന്നത്. കാടിനുള്ളിൽ തന്നെ വന്യമൃഗങ്ങൾക്കായി ജലലഭ്യത ഉറപ്പാക്കിയാൽ കുടിവെള്ളത്തിനായി മൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാനാകുമെന്നും വന്യമൃഗങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനാകുമെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കേരള വനം വകുപ്പിന്റെ 10 ഇന കർമ്മ പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് FFW, ഫുഡ്, ഫോഡർ ആൻഡ് വാട്ടർ. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കാട്ടിലുള്ള വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ഭക്ഷണവും വെള്ളവും നൽകുക എന്നതാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി 2 തടയണകൾ അയ്യപ്പൻകോവിൽ സ്റ്റാഫ് തീർത്തിട്ടുണ്ട്. സ്റ്റാഫും വാച്ചർമാരും കൂടിയാണ് ഈ പണികളെല്ലാം ചെയ്തിരിക്കുന്നത്. സമീപ ദിവസങ്ങളിൽ 8ഓളം തടയണകൾ കൂടി നിർമ്മിക്കുന്നതാണ്. ഇതുമൂലം വന്യമൃഗ ശല്യം ഒരു പരിധിവരെ തടയാം എന്ന് കരുതുന്നു.
വരും ദിവസങ്ങളിലും മറ്റ് പ്രദേശങ്ങളിൽ സമാന രീതിയിലുള്ള തടയണകൾ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം വനത്തിനുള്ളിൽ തന്നെ ഒരുക്കി നൽകുന്നുള്ള പ്രവർത്തനങ്ങളും നടക്കും. വനം വകുപ്പിന്റെ ഈ പദ്ധതി കേരളത്തിലെ മുഴുവൻ വനമേഖലകളിൽ നടപ്പിലാക്കുക വഴി ഇന്ന് നേരിടുന്ന വന്യമൃഗശല്യം ഒരു പരിധിയിലപ്പുറം തടയാനാകുമെന്നാണ് വനം വകുപ്പിന്റെ പ്രതീക്ഷ. തേങ്ങയുടെയും കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിക്കുന്നു. തേങ്ങയുടെയും കൊപ്രയുടെയും വില വർദ്ധിച്ചതാണ് വെളിച്ചെണ്ണ വില വർദ്ധിക്കാൻ ഇടയാക്കിയത്. വില വർധനവ് സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുകയാണ്. തേങ്ങ കിലോ 75 രൂപയും ആട്ടിയ വെളിച്ചെണ്ണ കിലോ 300 രൂപയും എത്തി. കൊപ്രയ്ക്ക് കിലോ 160 രൂപയിലേക്ക് വിലയെത്തി. തേങ്ങയുടെയും കൊപ്രയുടെയും വില വർദ്ധിച്ചതാണ് വെളിച്ചെണ്ണ വില വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ഓണക്കാലം മുതലാണ് തേങ്ങയുടെയും കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും വിലയിൽ വർധനവ് വന്നു തുടങ്ങിയത്. ഓണക്കാലത്തിന് തൊട്ടു മുമ്പ് വരെ 112 രൂപയായിരുന്നു 1 കിലോ കൊപ്രയ്ക്കുണ്ടായിരുന്നത്. തേങ്ങയുടെ വില മുമ്പ് 40-ന് മുകളിലായിരുന്നു. വെളിച്ചെണ്ണ വില 240-നടുത്തും. ഇവിടെ നിന്നാണ് ഇവയുടെ വിലയിൽ വലിയ വർധനവുണ്ടായിട്ടുള്ളത്. വില വർധനവ് കൊപ്രയാട്ടി വെളിച്ചെണ്ണ വിൽപ്പന നടത്തുന്ന മില്ലുടമകളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ നാളികേര ഉൽപാദനം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തിന് പുറത്തുനിന്നും തേങ്ങ കൂടുതലായി എത്തുന്നുണ്ട്. കൊപ്രയുടെ ഇപ്പോഴത്തെ വില വർധനവ് തുടർന്നാൽ വെളിച്ചെണ്ണയുടെ വിലയിൽ ഇനിയും വർധനവുണ്ടാകാനാണ് സാധ്യത. വന്യജീവി ശല്യം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരി ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതായി കേരള കർഷക യൂണിയൻ ആരോപിച്ചു. ഇത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ച് 4-ന് മൂലമറ്റം ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതീകാത്മക പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് നേതാക്കൾ ചെറുതോണിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാടിറങ്ങുന്ന വന്യജീവികൾ മനുഷ്യജീവൻ നഷ്ടപ്പെടുത്തുകയാണ്. കൃഷികൾ നശിപ്പിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഇതിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ഇടപെടാത്തത് പ്രതിഷേധാർഹമാണ്. 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുക, കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുക, കൃഷിയിടത്തിലിറങ്ങുന്ന കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ അനുവാദം നൽകുക, നഷ്ടപരിഹാര തുക ഉയർത്തി കാലതാമസം വരുത്താതെ നൽകുക, വന്യജീവികൾക്ക് കാടിനുള്ളിൽ ഭക്ഷണവും ജലവും ലഭ്യമാക്കാനുള്ള പദ്ധതികൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പാക്കുക, കേരള ബജറ്റിൽ ഈ കാര്യത്തിനായി കൂടുതൽ തുക നീക്കിവയ്ക്കുക, ഫെൻസിംഗ്, കിടങ്ങുകൾ തുടങ്ങിയവ നിർമ്മിക്കുക, ആനകളിറങ്ങുന്ന പ്രത്യേക മേഖലകളിൽ കൂടുതൽ സ്പെഷ്യൽ ജീവനക്കാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കർഷക യൂണിയൻ സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്തുന്നത്. സമരത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം 4-ാം തീയതി രാവിലെ 10:30-ന് മൂലമറ്റത്ത് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MG ജേക്കബ് നിർവഹിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനം സ്വീകരിക്കുന്നത് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കർഷക യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സമരങ്ങൾ നടത്തുകയാണ്. ആ സമരങ്ങളുടെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സമരങ്ങൾ നടത്തുന്നു. അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം മാർച്ച് മാസം 4-ാം തീയതി മൂലമറ്റത്ത് നടത്തപ്പെടുന്നു. മൂലമറ്റത്ത് നടത്തപ്പെടുന്ന സമരം പ്രതീകാത്മക സമരമാണ്. ഈ സമരത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കാടിറങ്ങി വന്യജീവികളെല്ലാം മനുഷ്യജീവനെ നഷ്ടപ്പെടുത്തി, കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുത്തി, വീടുകൾ നഷ്ടപ്പെടുത്തി സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടും കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാർ ഈ കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കാത്തതിൽ കേരള കോൺഗ്രസ് പാർട്ടിക്കും കേരള കർഷക യൂണിയനും അതിശക്തമായ പ്രതിഷേധമുണ്ട്. വാർത്താ സമ്മേളനത്തിൽ കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ, ജില്ലാ പ്രസിഡന്റ് ബിനു ജോൺ ഇലവുമൂട്ടിൽ, സംസ്ഥാന സെക്രട്ടറി സണ്ണി തെങ്ങുംപള്ളി, ഇടുക്കി നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോസുകുട്ടി തടിയംപ്ലാക്കൽ, ജില്ലാ സെക്രട്ടറി ജെയ്സൺ ഇബ്രഹാം, സംഘാടക സമിതി കൺവീനർ കുര്യൻ കാക്കപ്പയ്യാനി എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ജില്ലാ പട്ടികജാതി പട്ടികവർഗ കർഷക സമാജത്തിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിവന്ന ദ്വിദിന കഞ്ഞിവയ്പ് സമരം അവസാനിച്ചു. 500-ൽ പരം ഭൂരഹിതരായവർക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. കഞ്ഞിക്കുഴി വില്ലേജിൽ മനയത്തടുത്ത് 1973-ൽ കുടിയൊഴിപ്പിക്കപ്പെട്ട പട്ടികജാതി മതപരിവർത്തിത ക്രൈസ്തവരിൽപ്പെട്ട 500ഓളം വരുന്ന ഭൂരഹിത കർഷക തൊഴിലാളികൾക്ക് ഭൂമി പതിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടാണ് പട്ടികജാതി പട്ടികവർഗ കർഷക സമാജത്തിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുൻപിൽ 2 ദിവസം കഞ്ഞിവയ്പ് സമരം സംഘടിപ്പിച്ചത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മനയത്തടം ഭൂമിയിൽ പ്രവേശിച്ച് കുടിലുകെട്ടി കൃഷിദേഹരണങ്ങൾ ചെയ്ത് താമസിക്കുവാൻ വേണ്ടിയാണ് അവിടെ ചെന്നത്. അന്ന് അടിച്ചിറക്കപ്പെട്ട ആളുകളെ ഈ ഗവൺമെൻറ് നാളിതുവരെയായി മാറി മാറി വന്ന കോൺഗ്രസിൻ്റെ ആയാലും CPM-ൻ്റെതായാലും ഒരു ഗവൺമെൻറ്റുകളും പരിഗണന ഉണ്ടാക്കിയിട്ടില്ല. ആ പരിഗണന കിട്ടുന്നതിന് വേണ്ടിയാണ്
ഇന്നിപ്പോൾ ചെറിയ പിടിവള്ളി എന്ന നിലയ്ക്ക് വ്യക്തിഗത അപേക്ഷ കൊടുക്കുവാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ജനുവരി മാസം 24-ാം തീയതി നമ്മുടെ ജില്ലാ കളക്ടറേറ്റിൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ആ അപേക്ഷയ്ക്ക് പരിഹാരമുണ്ടാക്കി ഈ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായ മനയത്തടം ഭൂമിയുടെ 900 ഏക്കർ വരുന്ന ഭൂമി ഈ ആളുകൾക്ക് 500 കുടുംബങ്ങൾക്ക് പതിച്ചു നൽകണമെന്നുള്ള ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സമരം ഇന്നലെയും ഇന്നുമായി ഇവിടെ നടത്തപ്പെടുന്നത്. പട്ടികജാതി പട്ടികവർഗ കർഷക സമാജം ജനറൽ സെക്രട്ടറി CK രാജേന്ദ്രൻ, PM ജോൺ, ബാബു മഞ്ഞള്ളൂർ, MK രാജപ്പൻ, PK ശശി, MV രവീന്ദ്രൻ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഭൂമി ലഭ്യമല്ലാത്ത പക്ഷം കൂടുതൽ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. അയ്യപ്പൻകോവിൽ ആലടി ഗേറ്റിന് സമീപം പെരിയാർ കയത്തിൽ 3 ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി. പൂവന്തിക്കുടി സ്വദേശി പ്ലാക്കാട്ട് ശുദ്ധോധനന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഉപ്പുതറ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രദേശവാസികളാണ് ആലടി ഗേറ്റിന് സമീപം പെരിയാറിനോട് ചേർന്ന് ആദ്യം മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് ഉപ്പുതറ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മൃതദേഹം കരയ്ക്കെത്തിച്ചു. പൂവന്തിക്കുടി സ്വദേശി പ്ലാക്കാട്ട് ശുദ്ധോധനന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞു. ഇയാളും ബന്ധുവും ശിവരാത്രി ദിനത്തിൽ കയത്തിന് സമീപം മീൻ പിടിക്കുന്നതിനായി എത്തിയിരുന്നു. പിന്നീട് ഇയാളെ കാണാതായതായി ബന്ധുക്കൾ പരാതിയും നൽകിയിരുന്നു. മീൻ പിടിക്കുന്നതിനിടെ കാൽവഴുതി കയത്തിൽ വീണതാകാം മരണകാരണമെന്നാണ് നിഗമനം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. ഉപ്പുതറ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രിക്കെതിരെ വീണ്ടും വിമർശനവുമായി മൂന്നാറിലെ ഒരു വിഭാഗം ടാക്സി തൊഴിലാളികൾ. ഒരു മന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ ഇന്ത്യൻ പൗരനെന്ന നിലയിൽ അവകാശമുണ്ട്. അതിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പ് ടാക്സി തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയാണെന്നും ടാക്സി തൊഴിലാളി പ്രതിനിധികൾ ആരോപിച്ചു. ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിലെ റോഡിൽ സുരക്ഷിതമല്ല. പുതിയതായി KSRTC മൂന്നാറിൽ സൈറ്റ് സീൻ സർവീസുകൾ ആരംഭിച്ചത് MLAയുടെ കൂടെ അറിവോടെയാണോ എന്ന് തങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെന്നും തൊഴിലാളി പ്രതിനിധി സുമേഷ് മൂന്നാറിൽ വ്യക്തമാക്കി. ഇവിടെ ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി വന്നു, അദ്ദേഹത്തിന് കരിങ്കുടി കാണിച്ചെന്നും പറഞ്ഞ് ഇവിടെയുള്ള നമ്മുടെ ഡ്രൈവർമാരെ മുഴുവൻ ആൾക്കാരെയും ചൂഷണം ചെയ്തു. എന്നാൽ മൂന്നാറിലെ എത്ര വാഹനത്തിന് ബുക്കും പേപ്പറും ഇല്ലാതെ പിടിച്ചു എന്നുള്ള കണക്കില്ല. വാഹനം പിടിച്ചിട്ടു ടാക്സ് ഇല്ലാതെ, ആ വാഹനത്തിന് മൊത്തം കേടുപാടുകൾ സംഭവിച്ചു. ആരും ഉത്തരവാദിയില്ല. പിടിച്ച വാഹനത്തിൻ്റെ താക്കോല് പോലും എവിടെയാണെന്ന് അറിയത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് മൂന്നാറിലെ ഡ്രൈവർമാർ ഇപ്പം അനുഭവിക്കുന്ന യാതനയും വേദനയും. ഇത് ബഹുമാനപ്പെട്ട നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കരിങ്കൊടി കാണിച്ചു എന്ന് പറഞ്ഞു. ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഡ്രൈവർമാർക്ക് കരിങ്കൊടി കാണിക്കാൻ പാടില്ലേ? എനിക്ക് ചോദിക്കാനുള്ളതാണ്. ഇവിടെ സൈറ്റ് സീന് വേണ്ടിയിട്ട് ഡബിൾ ഡെക്കർ ബസ് ഇട്ടു. എത്ര ജനങ്ങളുടെ കഞ്ഞുകൂടി മുട്ടി, എത്ര ഡ്രൈവർമാരുടെ കഞ്ഞുകൂടി മുട്ടി. ഈ ഡബിൾ ഡെക്കർ ബസ് ഭയങ്കര അപകടം വരും, ഇന്നല്ലെങ്കിൽ നാളെ വന്നിരിക്കും. കാരണം വെച്ചാൽ അത് മനസ്സിലാക്കണം. ഇവിടുത്തെ റോഡിൻ്റെ ഗതികളിൽ വളരെ വ്യത്യാസമുണ്ട്. വളവും തിരിഞ്ഞുമായ വളവുകൾ ഉള്ള റോഡുകളാണ് ഇവിടെ ഉള്ളത്. ഏത് സമയവും ഒരു അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഈ സൈറ്റ് സീൻ ബസ്സുകൾ 3-4 ബസ്സുകൾ ഇട്ടു എന്ന് പറയുമ്പോഴും ഞങ്ങൾ ട്രാൻസ്പോർട്ട് ഡിപ്പോയിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ കുറവാണെന്നാണ് പറയണത്. ലൈൻ ബസ്സിൽ പോലും പോകാനായിട്ട് ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഇല്ല. അത് നിങ്ങളൊന്ന് വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്ക്. വാഹന വിൽപ്പനയുമായി ബന്ധപ്പെട്ട കബളിപ്പിക്കൽ കേസിൽ കട്ടപ്പന സ്വദേശി അറസ്റ്റിൽ. കട്ടപ്പന ശാന്തിപ്പടി അശോകൻ സുകുമാരനാണ് പിടിയിലായത്. വാഹനം വിൽക്കാനുള്ളവരുടെ പക്കൽ നിന്നും മോഹവില വാഗ്ദാനം ചെയ്ത ചെറിയ തുക അഡ്വാൻസ് നൽകി വാഹനം കൈപ്പറ്റും. തുടർന്ന് വാഹനം തമിഴ്നാട്ടിൽ പണയപ്പെടുത്തും. ഇതോടെ വാഹന ഉടമകൾക്ക് വാഹനവും പണവും നഷ്ടമാകും. ഇത്തരത്തിൽ കട്ടപ്പനയിൽ നിന്നും ഡസ്റ്റർ, മാരുതി സ്വിഫ്റ്റ് എന്നീ വാഹനങ്ങൾ ഉടമകളെ കബളിപ്പിച്ച കൈക്കലാക്കി പണയം വെച്ചതോടെയാണ് ഉടമകൾ പരാതിയുമായി രംഗത്തെത്തിയത്. ഈ പരാതിന്മേലാണ് അശോകനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സമാനമായി ഇത്തരത്തിലെ ഇടപാടുകൾ ഇയാൾ നടത്തിയതായും വിവരമുണ്ട്. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വെള്ളത്തൂവൽ നടത്തിയ പരിശോധനയിൽ 13.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. സംഭവത്തിൽ വെള്ളത്തൂവൽ പുത്തമ്പുരയ്ക്കൽ റെജിമോനെ സംഘം കസ്റ്റഡിയിലെടുത്തു. ഓട്ടോറിക്ഷയിൽ സൂക്ഷിച്ചായിരുന്നു ഇയാൾ മദ്യവിൽപ്പന നടത്തിയിരുന്നത്. അടിമാലി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KM അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. മലയോര മേഖലയിൽ കാട്ടുതീ വ്യാപകമാകുമ്പോഴും 2021 മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയ രാജാക്കാട് മിനി ഫയർ സ്റ്റേഷൻ പ്രഖ്യാപനങ്ങളിൽ മാത്രം. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ ഗ്രാമപഞ്ചായത്തിനോട് നിർദ്ദേശം നൽകിയിരുന്നു. നിലവിൽ 40 കിലോമീറ്റർ അകലെ നിന്ന് വേണം ഫയർഫോഴ്സ് രാജകുമാരി, രാജാക്കാട്, ശാന്തൻപാറ, സേനാപതി, ബൈസൺ വാലി തുടങ്ങിയ മേഖലകളിൽ എത്താൻ.
മലയോര മേഖലയിൽ കാട്ടുതീ വ്യാപകമാകുമ്പോഴും 2021 മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയ രാജാക്കാട് മിനി ഫയർ സ്റ്റേഷൻ പ്രഖ്യാപനങ്ങളിൽ മാത്രം. 2019 ബജറ്റിൽ പ്രഖ്യാപിച്ച മിനി ഫയർ സ്റ്റേഷന് 2021 മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. മിനി ഫയർ സ്റ്റേഷന് സ്ഥലം കണ്ടെത്തി നൽകാൻ തയ്യാറാണെന്ന് രാജാക്കാട് പഞ്ചായത്ത് സർക്കാരിനെ അറിയിച്ചിരുന്നു. ഇതിനായി ബസ് സ്റ്റാൻഡിലെ കെട്ടിടം ആദ്യം പരിഗണിച്ചു. തുടർന്ന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലവും വാടകയ്ക്കെടുത്ത് പ്രവർത്തിക്കുന്നതും പരിഗണിച്ചു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം പദ്ധതി ഇതുവരെ പ്രാവർത്തികമായില്ല. നവകേരള സദസ്സ് ജില്ലയിൽ പര്യടനം നടത്തിയപ്പോൾ ഫയർ സ്റ്റേഷന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. നിലവിലെ ഒരു ഫയർ സ്റ്റേഷൻ വേണമെന്ന് ഞങ്ങൾ നിരന്തരമായിട്ട് വ്യാപാരി വ്യവസായി രാജാക്കാട്ടിൽ ആവശ്യപ്പെടുന്നതാണ്. ഇപ്പോൾ രാജാക്കാടിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇവിടെ എന്തെങ്കിലും ഒരു തീപിടുത്തോ അല്ലെങ്കിൽ ജലാശയത്തിൽ ആരെങ്കിലും പോയി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അടിമാലിയിൽ നിന്ന് വരണം, അതല്ല എങ്കിൽ നെടുങ്കണ്ടത്തു നിന്ന് വരണം. ഈ രണ്ട് സ്ഥലത്തു നിന്ന് എവിടെ ഇവരെത്തണമെങ്കിലും ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ പിടിക്കും. ഈ 2-3 വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കാട്ടിൽ വലിയൊരു അഗ്നിബാധ ഉണ്ടായപ്പോൾ 2 കടയ്ക്ക് തീ പിടിച്ചപ്പോൾ അത് തീയെല്ലാം പിടിച്ച് മുഴുവൻ കത്തിപ്പോയതിന് ശേഷമാണ് അടിമാലിയിൽ നിന്നും ഫയർഫോഴ്സ് ഇവിടെ എത്തിയത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം ഒരു വീടിന് തീ പിടിച്ചു രാജാക്കാട്ടിൽ. അതും ഈ പറഞ്ഞ പോലെ ഈ വീട് മുഴുവൻ കത്തി നശിച്ചതിന് ശേഷമാണ് അവർക്കവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചത്. രാജാക്കാട് രാജമാരി പ്രദേശങ്ങളിൽ ഈ അടുത്ത സമീപ പ്രദേശങ്ങളിൽ ഏറ്റവും അത്യാവശ്യമാണ് രാജാക്കാട്ടിലൊരു ഫയർ സ്റ്റേഷൻ വരിക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രാഥമികമായ നടപടികളെല്ലാം സ്വീകരിച്ച് ഒരു ഫയർ സ്റ്റേഷൻ ഗവൺമെൻറ് അനുവദിക്കുകയും ചെയ്തതാണ്. എന്നാൽ രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 പ്രാവശ്യം സർവകക്ഷി യോഗം വിളിക്കുകയും സർവകക്ഷി യോഗത്തിൽ അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ബസ് സ്റ്റാൻഡിൽ സ്ഥലം ഒരുക്കി കൊടുക്കണം, അതല്ല എങ്കിൽ പഴയപടിയിൽ ഒരു സ്ഥലത്ത് ഒരുക്കി കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ട് അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അടിയന്തരമായിട്ട് ഗ്രാമപഞ്ചായത്ത് അതിന് വേണ്ടുന്നുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് ഫയർ സ്റ്റേഷൻ വരുന്നതിന് വേണ്ടുന്നുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നുള്ളതാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് പറയാനുള്ളത്. ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടാകുമ്പോൾ രാജാക്കാട് മേഖലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റിന്റെ അഭാവം തിരിച്ചടിയാണ്. രാജാക്കാട്, രാജകുമാരി, സേനാപതി, ശാന്തൻപാറ, ബൈസൺ വാലി, കൊന്നത്തടി മേഖലകളിൽ എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ ശരാശരി 30 കിലോമീറ്ററിലധികം അകലെയുള്ള അടിമാലി, നെടുങ്കണ്ടം, മൂന്നാർ എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തുമ്പോഴേക്കും നാശനഷ്ടങ്ങളുടെ തോത് ഉയരുന്നത് പതിവാണ്. വേനൽ കടുത്തതോടെ ഈ മേഖലയിൽ കാട്ടുതീ വ്യാപകമാണ്. പൂപ്പാറയിലുണ്ടായ തീപിടുത്തത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കുടിവെള്ള പൈപ്പുകൾ കത്തിനശിച്ചിരുന്നു. ശാന്തൻപാറ, ശങ്കരപാണ്ഡ്യൻമെട്ടിൽ കാട്ടുതീയിൽ ഏക്കർ കണക്കിന് കൃഷി കത്തിനശിച്ചിരുന്നു. കിലോമീറ്ററുകൾ താണ്ടി ഫയർഫോഴ്സ് യൂണിറ്റ് എത്തുമ്പോഴേക്കും നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വർദ്ധിക്കും. ആരെങ്കിലും ജലാശയങ്ങളിൽ വീണ അപകടങ്ങൾ ഉണ്ടായാൽ തൊടുപുഴയിൽ നിന്നാണ് മുങ്ങൽ വിദഗ്ധർ എത്തുന്നത്. രാജാക്കാട്ടിൽ അനുവദിച്ച മിനി ഫയർ സ്റ്റേഷൻ അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കാൻ അധികൃതർ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം. നിർമ്മാണ ജോലികളുടെ ഭാഗമായി മറയൂർ ചിന്നാർ റോഡിൽ ഗതാഗത നിയന്ത്രണം ഈ മാസം 30 വരെയാണ് നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതുപ്രകാരം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ ഈ റൂട്ടിൽ ഗതാഗതം അനുവദിക്കില്ലെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഏറെ നാളായുള്ള ആവശ്യമാണ് മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയുടെ ഭാഗമായ മറയൂർ മുതൽ ചിന്നാർ വരെയുള്ള ഭാഗത്ത് റോഡിന്റെ നവീകരണ ജോലികൾ നടത്തണമെന്നുള്ളത്. കാത്തിരിപ്പിനൊടുവിൽ നവീകരണ ജോലികൾക്ക് തുടക്കം കുറിച്ചു. BMBC നിലവാരത്തിലാണ് റോഡ് നവീകരിക്കുന്നത്. നവീകരണ ജോലികൾ നടക്കുന്നതിനാൽ മറയൂർ ചിന്നാർ റോഡിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. ഇതുപ്രകാരം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ ഈ റൂട്ടിൽ ഗതാഗതം അനുവദിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. എന്നാൽ ആശുപത്രി സംബന്ധമായ യാത്രകൾക്കും മറ്റും ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഈ മാസം 30 വരെയാണ് നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ റോഡിന്റെ പല ഭാഗത്തും ടാറിംഗ് ഇളകി വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട്. കുഴി താണ്ടിയുള്ള യാത്ര വാഹനയാത്രികർക്ക് വലിയ ക്ലേശം സമ്മാനിക്കുന്നു. റോഡ് നവീകരിക്കുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ മങ്കുവയിലെ കർഷകർ വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൊക്കോയ്ക്ക് ആഗോള ഭൗമസൂചിക പദവി ലഭിക്കുന്നതിന് മുന്നോടിയായുള്ള ആലോചനാ യോഗം ചേർന്നു. പാറത്തോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MN വിജയന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം നബാർഡ് DDM അരുൺ MS ഉദ്ഘാടനം ചെയ്തു. രോഗപ്രതിരോധ ശേഷിയിലും ഗുണമേന്മയിലും തൂക്കത്തിലും മുന്നിട്ട് നിൽക്കുന്ന മങ്കുവയിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ചെടുത്ത കൊക്കോയ്ക്ക് മങ്കുവ കൊക്കോ എന്ന പേരിൽ ആഗോള ഭൗമസൂചിക പദവി ലഭിക്കുന്നതിന് പാറത്തോട് സർവീസ് സഹകരണ ബാങ്ക് പ്രൊജക്ട് തയ്യാറാക്കി നബാർഡിന് സമർപ്പിച്ചിരുന്നു. പ്രൊജക്ട് നബാർഡ് അംഗീകരിച്ചതായി അധികൃതർ അറിയിച്ചു. ഭൗമസൂചിക പദവി ലഭിക്കുന്നതിന് മുന്നോടിയായുള്ള ആലോചനാ യോഗമാണ് നടന്നത്. പാറത്തോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MN വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നബാർഡ് DDM അരുൺ MS ഉദ്ഘാടനം ചെയ്തു. ഒത്തിരി പ്രൊഡക്ട്സ് അങ്ങനെ ഉണ്ട്, പക്ഷെ അത് നമ്മൾ ഈ പറഞ്ഞ പ്രൊസീജിയർ നടത്തി ചെയ്യുന്നില്ല. അപ്പം അതിൻ്റെ ഒരു ആദ്യ ഘട്ടമാണ് നമ്മുടെ ഈ
ഇതെന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ സ്റ്റഡി നടത്തിയിട്ട് നമുക്ക് അത് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്ന് വെച്ചാൽ ചെന്നൈയിൽ ഇതിനായിട്ടൊരു പർട്ടിക്കുലർ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട റിക്വയർമെന്റ്സ്, നമുക്ക് ഇതിന്റെ ഹിസ്റ്ററി എങ്ങനെയാണ്, ഇതിന്റെ നമ്മൾ ലാബ് ടെസ്റ്റ് നടത്തി ഇതിന്റെ ഓരോരോ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്ത് അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ കൊടുക്കണം. അതിനുശേഷം അത് രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് നമുക്കിത് കിട്ടുന്നത്. അതിന്റെ ഒരു തുടക്കമാണ് നമ്മളിത്. ബിക്കോസ് അത് ഇന്റർനാഷണൽ മാർക്കറ്റ്, നമുക്ക് എക്സ്പോർട്ടിനും കാര്യങ്ങളൊക്കെയുള്ള GI കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് അർത്ഥം. സോ അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റ് അതൊരു നമുക്ക് എക്സ്പോർട്ട് കാര്യങ്ങളിലോട്ടൊക്കെ വളരെയധികം വില കൂട്ടിക്കിട്ടാനായിട്ട് സഹായിക്കും. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രദേശത്തു നിന്നും കൊക്കോ വിത്തുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കർഷകർ കൊണ്ടുപോകുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ്, സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ റൈനു തോമസ്, കൊന്നത്തിരി കൃഷി ഓഫീസർ ബിജു KD, ബാങ്ക് സെക്രട്ടറി TC രാജശേഖരൻ നായർ, സംസ്ഥാന പെൻഷൻ ബോർഡ് മെമ്പർ TP മൽക്ക തുടങ്ങിയവർ സംസാരിച്ചു. ഇരട്ടയാർ ശാന്തിഗ്രാം സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് മന്ദിരം പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീറണാകുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകരുടെ ക്ഷേമത്തിനാണ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് സഹകരണ മേഖല നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. സഹകരണ ബാങ്കുകൾ നാടിന്റെ പൊതുസ്വത്താണെന്നും നവീകരിച്ച ഹെഡ് ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീറണാകുന്നേൽ പറഞ്ഞു. സർവീസ് സഹകരണ ബാങ്കിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്തിരുന്ന കാലഘട്ടത്തോടുകൂടിയാണ് ഈ ബാങ്ക് കടന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ഏറ്റവും കൂടുതൽ അവരെ ആശ്രയിക്കുന്ന സാധാരണക്കാരൻ്റെ ആശാകേന്ദ്രങ്ങളാണ് സർവീസ് സഹകരണ ബാങ്കുകൾ. കേരളത്തിൻ്റെ ഒരു പരിധിവരെ സമ്പദ്ഘടന നിയന്ത്രിക്കുന്നത് തന്നെ ഈ സർവീസ് സെക്ടറാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മുടെ സർവീസ് സെക്ടറിന് കഴിഞ്ഞിട്ടുണ്ട്. പരിപാടിയുടെ ഭാഗമായി നടന്ന സഹകാരി സംഗമം ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കാരുടെ ഉന്നമനത്തിനും കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനും ഊന്നൽ നൽകി ബാങ്ക് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണെന്ന് CV വർഗീസ് പറഞ്ഞു. നിക്ഷേപ സമാഹരണ യജ്ഞം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ റൈനു തോമസും വായ്പാ പദ്ധതി ഉടുമ്പൻചോല സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ മോൻസി ജേക്കബും കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാറും നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് ജോയി ജോർജ് അധ്യക്ഷനായിരുന്നു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ്, സഹകരണ സംഘം അസിസ്റ്റന്റ് ഓഡിറ്റ് ഡയറക്ടർ U അബ്ദുൾ റഷീദ്, ഇരട്ടയാർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജിൻസൺ വർക്കി, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസുകുട്ടി കണ്ണമുണ്ടയിൽ, ലാലച്ചൻ വെള്ളക്കട, ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി, ശാന്തിഗ്രാം ആപ്കോസ് പ്രസിഡന്റ് ജോസുകുട്ടി അരിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് തല ബാലകലോത്സവം സംഘടിപ്പിച്ചു. മിന്നാമിന്നിക്കൂട്ടം 2025 എന്ന പേരിൽ കമ്പളികണ്ടം കുടുംബശ്രീ ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ കലാകായിക അഭിരുചികൾ വളർത്തുന്നതിനും സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനും സാമൂഹിക പ്രതിബദ്ധതയുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പഞ്ചായത്ത് ബാലകലോത്സവം സംഘടിപ്പിച്ചത്. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികളിൽ പഠിക്കുന്നതും ബാലസഭകളിൽ പ്രവർത്തിക്കുന്നതുമായ കുട്ടികളെ ഉൾപ്പെടുത്തി മിന്നാമിന്നിക്കൂട്ടം 2025 എന്ന പേരിലാണ് പരിപാടി നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പരിഗണിക്കേണ്ടുന്ന ആളുകളാണ് ഈ പറഞ്ഞ ചെറിയ കുട്ടികളും മുതിർന്ന ആളുകളും എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് വിലയിരുത്തുന്നത്. അപ്പോൾ അംഗനവാടികളിലേക്ക് കുഞ്ഞുങ്ങളുടെ അംഗനവാടിയിലേക്ക് കുട്ടികൾ കൂടി വരുന്നതിന് വേണ്ടി നമ്മൾ ഇപ്പോൾ അംഗനവാടികളെല്ലാം സ്മാർട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വാർഡിലൊക്കെ അംഗനവാടി എങ്കിലും സ്മാർട്ടാക്കണമെന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം മാർച്ച് മാസം 30-ാം തീയതി ആകുമ്പോഴേക്കും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ 19 അംഗനവാടിയും സ്മാർട്ടാകും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചൻ അധ്യക്ഷയായിരുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP മൽക്ക, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമംഗല വിജയൻ, ഗ്രാമപഞ്ചായത്ത് അംഗം PK ഉണ്ണികൃഷ്ണൻ, ICDS സൂപ്പർവൈസർ ഹാജിറ BV, ഖദീജ KM, പഞ്ചായത്ത് സെക്രട്ടറി M ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, വിവിധ അങ്കണവാടികളിൽ നിന്നുള്ള ടീച്ചർമാർ, മാതാപിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗം മികവുത്സവം നടന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജുമോൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു.
2024-25 അധ്യയന വർഷത്തെ UP വിഭാഗം പഠനോത്സവം മികവുത്സവം 2025 എന്ന പേരിലാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. വിദ്യാലയ മികവ് അവതരണം, പഠന ഉൽപ്പന്ന പ്രദർശനം, കഥ, കവിത, നൃത്തം, അറിവ് പങ്കുവയ്ക്കൽ, ലഘുശാസ്ത്ര പരീക്ഷണങ്ങൾ തുടങ്ങിയവയാണ് മികവുത്സവത്തിൽ ഒരുക്കിയിരുന്നത്. സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജുമോൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിച്ച ഒരു വർഷമാണ്. നമുക്ക് ഏവർക്കും അഭിമാനിക്കത്തക്ക രീതിയിലുള്ള വലിയ മികവുകൾ അത് സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ കൈവരിക്കാനായിട്ട് നമ്മുടെ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. ഏതൊക്കെ മേഖലകളിലാണ് ഇത്തരത്തിൽ മികവ് കൈവരിക്കാനായിട്ട് സാധിച്ചത് എന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ: വിദ്യാഭ്യാസ ലക്ഷ്യം തന്നെയാണത്. ഒരു കുട്ടിയുടെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ അക്കാദമിക വർഷം നമ്മുടെ സ്കൂളിൽ ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തിയത്. പ്രിയപ്പെട്ട എല്ലാ അധ്യാപകരും ഒരുമിച്ച് ചേർന്ന് കൈകോർത്ത് പ്രവർത്തിച്ചപ്പോൾ നമ്മൾ വിഭാവനം ചെയ്ത എല്ലാ നേട്ടങ്ങളും അത് ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെ കൈവരിക്കാനായിട്ട് നമ്മുടെ സ്കൂളിന് സാധിച്ചു. സ്റ്റാഫ് സെക്രട്ടറി സിസ്റ്റർ സിൽവി ജേക്കബ് അധ്യക്ഷയായിരുന്നു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഇരട്ടയാർ അടയാളക്കല്ല് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന് തുടക്കമായി. 7 ദിവസങ്ങളായി നടക്കുന്ന ഉത്സവത്തിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നരമംഗലത്ത് ചെറിയ നീലകണ്ഠൻ നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം നമ്പർ 308 അടയാളക്കല്ല് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് കുംഭഭരണി മഹോത്സവത്തിന് തുടക്കമായത്. 25 കലശവും പടിപൂജയ്ക്കും ശേഷം ശാന്തിഗ്രാം ഭജനസമിതിയുടെ സന്നിധാനപ്പടിയിൽ നിന്നും ആരംഭിച്ച വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ച കൊടിക്കൂറയ്ക്ക് സ്വീകരണം നൽകി. തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നരമംഗലത്ത് ചെറിയ നീലകണ്ഠൻ നമ്പൂതിരി തൃക്കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഏഴ് ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുന്നത്. ഉത്സവത്തിന്റെ ഓരോ ദിവസങ്ങളിലും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രം മേൽശാന്തി മോഹനൻ കാനത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രം പ്രസിഡന്റ് KG വാസുദേവൻ നായർ, വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ, സെക്രട്ടറി സാബു ചെമ്പകശ്ശേരിൽ, ശിവദാസ് പുതുപ്പറമ്പിൽ, ശ്രീകാന്ത് ഇടാട്ടയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. മൂന്നാറിൽ ഇത് വയലറ്റ് വസന്തകാലമാണ്. തേയിലച്ചെരുവുകൾക്ക് കൂടുതൽ മനോഹാരിത പകർന്ന് ജക്രന്തകൾ പൂവിട്ടു. പാതയോരങ്ങൾക്ക് കൂടുതൽ അഴക് വിരിച്ചു നിൽക്കുന്ന വർണ്ണ കാഴ്ചകളാണ് ഇനി. മൂന്നാറിന് ഓരോ കാലത്തും ഓരോ നിറമുണ്ട്. കണിക്കുന്നുകളും പൂവാകകളുമൊക്കെ ഒരുക്കുന്ന നിറക്കാഴ്ചകൾ. നിലവിൽ കുലകുലിയായി പൂവിട്ടു നിൽക്കുന്ന ജിക്രാന്തയുടെ കാഴ്ചകളാണ് എങ്ങും. ആനച്ചാൽ മുതൽ മറയൂർ വരെയുള്ള പാതയോരങ്ങളിൽ തണൽ വിരിച്ച പൂത്തുലങ്ങി നിൽക്കുന്ന മരങ്ങൾ സഞ്ചാരികൾക്ക് മനം കുളിർപ്പിക്കുന്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. തളിരിട്ട് നിൽക്കുന്ന തേയിലച്ചെടികൾക്കും നീലാകാശത്തിനുമിടയിൽ വയലറ്റ് വർണ്ണം ചാലിച്ചെഴുതുകയാണ് ജിക്രാന്തകൾ. കടൽ കടന്നെത്തിയ ഈ ആരാമവൃക്ഷങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും 1000 മീറ്റർ ഉയരത്തിൽ തണുപ്പുള്ള കാലാവസ്ഥയിലാണ് സമൃദ്ധമായി വളരുന്നത്.
വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ ഇലകൾ കൊഴിച്ച നിറയെ പൂവിടും. ഫെബ്രുവരി മുതൽ ഏപ്രിൽ മാസം അവസാനം വരെ ഈ വസന്തം നീണ്ടു നിൽക്കും. 50 അടി വരെ ഉയരത്തിൽ വളരുന്ന വൃക്ഷങ്ങളിൽ കുലകളായിട്ടാണ് പൂക്കൾ വിരിയുന്നത്. മൂന്നാറിൽ തേയിലകൃഷി തുടങ്ങിയ കാലത്താണ് ജക്രാന്തയും എത്തിയത്. ഇലകൾ പൊഴിച്ച നിറയെ പൂക്കളുമായി നിൽക്കുന്ന ജക്രാന്ത മരങ്ങൾ മൂന്നാറിന്റെ മനോഹര കാഴ്ചകളിൽ ഒന്നാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 124, വിൽപ്പനയ്ക്ക് വന്നത് 28,834, വിൽപ്പന നടന്നത് 27,936. കൂടിയ വില 3080, ശരാശരി വില 2789. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ, ഏലം കൂടിയ വില 2800, ഏലം ശരാശരി വില 2600. കാപ്പിപ്പരിപ്പ് 475, ഗ്രാമ്പു 880, കൊക്കോ 170, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,940 രൂപ, വെള്ളി 105. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിൽ നടന്നിരിക്കുന്നത് മൂന്നാറിനേക്കാൾ വലിയ കയ്യേറ്റമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കയ്യേറിയ ഭൂമിയും അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളും ഏറ്റെടുക്കണമെന്നും അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം. പരുന്തുംപാറയിലെ കയ്യേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലിനെ തുടർന്ന് ജില്ലയിലുണ്ടായ ഏലം കൃഷിനാശത്തിൽ അപേക്ഷകർക്കെല്ലാം നഷ്ടപരിഹാരം നൽകണമെന്ന് CPI കട്ടപ്പന മണ്ഡലം കമ്മിറ്റി. 20 സെന്റിനും 2.5 ഏക്കറിനും ഇടയിലുള്ള കർഷകർക്ക് മാത്രമേ നിലവിൽ നഷ്ടപരിഹാരം ലഭിക്കുകയുള്ളൂവെന്ന കൃഷി വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ നിലപാട് ശരിയല്ല. നഷ്ടപരിഹാരം പണമായി തന്നെ കർഷകർക്ക് വിതരണം ചെയ്യണമെന്നും നേതാക്കൾ. മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അവ ചെറുക്കുന്നതിനായി വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് കുടിവെള്ളം സജ്ജമാക്കി വനം വകുപ്പ്. വനത്തിനുള്ളിൽ തടയണകൾ നിർമ്മിച്ച് വന്യമൃഗങ്ങൾക്ക് ശുദ്ധജലം ഉറപ്പുവരുത്തും. ഇതിനായുള്ള പ്രവർത്തനങ്ങൾ കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ റേഞ്ച് ഓഫീസിന് കീഴിൽ ആരംഭിച്ചു. തേങ്ങയുടെയും കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിക്കുന്നു. വെളിച്ചെണ്ണ വില വർദ്ധിക്കാൻ ഇടയാക്കിയത് തേങ്ങയുടെയും കൊപ്രയുടെയും വില വർദ്ധിച്ചത്. വില വർധനവ് സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.